ഗോൾ ചെയ്യണേ ഫിഫി. എത്ര നാളായി ഫിഫി കണ്ടിട്ട്. എന്നെ കാണാറുണ്ട്. താങ്ക് യു ഫിഫി. താങ്ക് യു സോ മച്ച് ഫിഫി. അതവര് വേറെ ആരും അടിച്ചല്ലോ. ഇല്ല എന്തുവാ ഗൗതം ബ്രോ ആയിരുന്നു. ഗൗതം ബ്രോ. നമ്മുടെ ഗൗതം ബ്രോ വെൽക്കം ടു സ്ട്രീറ്റ്. താങ്ക് യു ഫോർ 5 യൂറോ. ഏതാ വാലന്റൈൻ അറിയേ കണ്ണാക്കൂടെ വയസ്സ് ആവണ്ടോടാ. ശരിയാണല്ലോ. റിപ്പയർ ചെയ്യുന്നു ഡോറ് പോയി എങ്ങനെ റിപ്പയർ ചെയ്ത്. ആടുമ്പോ സുഖല്ലേ? സുഖം. സ്കൂളിൽ പോ. ഹായ് പുതിയ വണ്ടിയല്ലോ കൊടുത്തേ. ഓ മനസ്സിലാവാൻ ഏതാ അവനെ അവന്റെ ചില്ലറ അഹങ്കാരം ഒരു വണ്ടി മിസ്സാവണം. സത്യം. അരമണിക്കൂർ എടുത്ത വണ്ടി ഇഷ്ടപ്പെട്ടോണ്ട് കൊടുത്ത കൊണ്ട് വെള്ളത്തിലേക്ക് ഇട്ടടാ. വണ്ടി കൊടുത്തിട്ട് എടാ മ്യൂട്ട് ചെയ്തടാ. റാവുത്തർ സ്നൈപ്പ് സ്നൈപ്പ് സാവേജ് സാവേജ് ആണ് സ്നൈപ്പിന് കിട്ടുന്നു. സാവേജ് പിന്നെ ഇനിയിപ്പോ അതിന് വരാൻ ഒരു വർഷം എടുക്കും. അതാണ് വേറെ പ്രശ്നം. ഇന്നൊന്നും വരത്തില്ല. ലോളൊന്നും അവന് കിട്ടിയതിന് കുഴപ്പമില്ല. എന്നിട്ട് ലോളൊന്നും അവര് കിട്ടി. ലോളന്നിട്ട് അവര് കിട്ടി. കൊടുക്കണോ? കമ്മ്യൂണിക്കേഷൻ അതെടുത്തവൻ അതടിക്കണ്ട അടിക്കണ്ട അടിക്കണ്ട കണ്ണൻ അടിക്കണ്ട. ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പോട്ടെ. ലൊക്കേഷൻ ഒന്നും അടിക്കില്ല കേട്ടാ. ലൊക്കേഷൻ അടിച്ചോ. അങ്ങനെ പറയല്ല. കേട്ടിട്ട് അടിക്കും. കേട്ടതൊക്കെ അടിക്കും ചിലപ്പോ. അത്ര വലിയ പൊട്ട പറ മറ്റേ മ്യൂട്ട് അടിച്ച് ഞാൻ സംസാരിക്കണ്ടേ. വീണ്ടും പിറ്റ് ചെയ്ത് കളിക്കുന്നു. ഇതോ നടന്നില്ല. ഓക്കെ സ്പീഡ് ഇറങ്ങി. സ്പീഡ് മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ HF അടുത്ത മുകളിൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. HFന്റെ മഴവില്ല് കേട്ടോ. പല കളർ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ പിങ്ക്, റെഡ്, ഓറഞ്ച്, പച്ച നല്ല രസം. ആ രസമുണ്ട് കാണാൻ. ഓക്കെ വീട് പിറ്റി നോക്കുന്നു. CK മാരി നടക്കുന്നില്ല. ഓക്കെ ഇവിടെ ഒരു കൂട്ട പിറ്റിങ്. CK മാരി ഒറ്റ കളിക്കുന്ന വണ്ടിയില്. ഓക്കെ ഇതാ ഇറങ്ങി അടിക്കുന്നു. ബാലനും സനിമാനോട് ഇറങ്ങി അടിക്കാൻ ടയർ പൊട്ടിയോ പൊട്ടുപോയി. ഓക്കെ HFന്റെ വണ്ടിയുടെ ടയർ പൊട്ടിയിരിക്കുന്നു. HF ഇവിടെ കുത്താൻ ശ്രമിക്കുന്നു. അതിന്റെ അത് വണ്ടി ഇറങ്ങുന്നു. ടയർ അടിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്നു. എവിടെ അല്ല വിളിച്ചോ 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 വിളിച്ചോ. ഇനി ഈ വർഷം അത് വീഡിയോ വീഡിയോ സ്നൈപ്പ് ചാവല്ല വഴിയില്ല. ആരെ വിളിച്ചേ? വേഗം വേഗം വീശി തരാം. അവന്റെ വീഡിയോ ഈ പട്ടിയൊക്കെ കഴിവില്ല. ഒരു നാണം കേട്ട തീട്ടങ്ങള് വീഡിയോ ചെയ്ത് ജയിക്കാൻ നോക്കുന്നു. ആരാ വീഡിയോ ചെയ്തത്? എന്തിനു കളിക്കുന്നത്? തോൽവി സമ്മതിച്ചിറങ്ങി പോടാ. നീ നല്ലത് ഇത്ര നാണം കിടാതാ. ഓ അവന് ഡോട്ട് അവന്റെ ഡോട്ട് ആരാ ചെയ്തെന്നാ പറഞ്ഞത്? ഓക്കെ അല്ലല്ല ഓക്കെ ഇടുക. ഓക്കെ ആരാ ചെയ്തേ?
പേരുള്ള ആകെ 10 പേരിലുള്ളൂ. നൈപ്പിനെ വെടിയും ചെയ്തു. കഴപ്പന്നെ അവന്. ഡോക്ടറെ മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു. കഴപ്പ് തന്നെ അവന്. സ്നൈപ്പിനെ പൊക്കി അത്രേ ഉള്ളു. ബാക്ക്. ഈ വീഡിയോ ചെയ്യുന്നവന് സത്യം പറഞ്ഞ ഇവനൊക്കെ കളയണം. ഇങ്ങനെ കളിക്കുന്നു. സ്നൈപ്പ് അത് ആക്സിഡന്റലി വീഡിയോ കേട്ടോ. പുള്ളി കണ്ടിട്ടില്ല. നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പ്രതീക്ഷിച്ചു. ഹലോ, തിരിച്ച് എടുക്കാണ്ടൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അവന് കളഞ്ഞോ അതോ? ഇല്ല, അത് ആക്സിഡന്റലി വീഡിയോ സാവേജ് പുള്ളി കണ്ടിട്ടുണ്ട്. രണ്ട് സൈഡിലോട്ട് മാറിക്കളാൻ പറഞ്ഞു. റെസ്യൂം കിട്ടും. റെസ്യൂം കിട്ടും. റെസ്യൂം ഞാൻ ഇടാം. ഓ അമ്മരോടെ വണ്ടിയിലൊക്കെ വെടിവെക്കുന്നു. അതോ ഓ ആ ഒരു ഉത്തരവാദിത്ത റാവുത്തർ ശശിയുടെ. രണ്ട് ബുള്ളറ്റ് കളയണ്ടാണ്, വീഡിയോ മാത്രം പോരല്ലേ. അതാ വിട്ടു പോവാൻ. ഞാൻ അപ്പുറത്തെ മലയിൽ കയറുന്നു. ഇന്നോട് 1 മണിക്കൂർ പിന്നെ ജോലി. അത് ശരിയാണ്. 2 മണിക്കൂറായാല് ഏറ്റവും അധികം കൗണ്ടുള്ള ഇല്ല, ഹോൾഡ് ഒന്നും കൂട്ടൂലാണോ? ജയമോൻ ഇവിടെ ഇറങ്ങി അടിക്കുന്നു. തിരിച്ച് ബാലൻ തിരിച്ചിട്ട് കൗണ്ടർ അടിക്കുന്നു. ഓക്കെ, തിരിച്ചു കയറുന്നു. റൗത്തർ ശശി തിരിച്ച് വണ്ടി കയറുന്നു. വണ്ടി എടുത്തു. ഹിറ്റാച്ചി ഇപ്പൊ പഴയ സ്റ്റൈല് വാറില്ലല്ലേ, ഒരു വണ്ടി മാത്രം കൂട്ടത്തിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ട് ചേസ് ചെയ്ത് അടിക്കുന്ന പരിപാടി. ഈ കുത്തി അടിക്കുന്നത് ഇപ്പൊ എന്താ അവിടെ ഒരു അടിപൊട്ടാൻ ചാൻസസ് ഉണ്ടോ? ഇല്ല, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുവാണ്. കൂട്ടത്തോടെ റിപ്പയർ ചെയ്യുന്നുണ്ട്. നല്ല ടൈമാണ്. ഐ തിങ്ക് HF എല്ലാരും ഇവിടെ ഉണ്ട്. 4-5 വണ്ടി ഇവിടെ ഉണ്ട്. സുന്നി ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് വരെ എത്തുന്നില്ല. നമ്മള് വീണ്ടും ഒരു 3 വർഷം എടുക്കും. ഓക്സി ഒരു വർഷം നമുക്ക് ഇനി ഒരു വീഡിയോ വന്നാൽ അവന്മാരെ കളിപ്പിക്കണം. ഓക്കെ, TV ഇവിടെ തന്നെ 6 വണ്ടികൾ. 3 വണ്ടി. ഇല്ല, ഞാൻ റേഡിയോ ഞാൻ കമന്ററി വേണ്ടെന്ന് വെച്ചു. ഓക്കെ, ഇറങ്ങി അടിക്കാൻ ശ്രമിക്കുന്നു. സാവേജ് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്റെ അത്യാവശ്യം ടാഗ് എനിക്കൊന്ന് ടയർ പൊട്ടിയിട്ടുണ്ട്. വീണ്ടും വണ്ടി കയറുന്നു. ലൈറ്റ് വെച്ച് നിന്നടിക്കുകയാണ്. അടുത്ത വണ്ടീനെ ശ്രമിക്കുന്നില്ല. ഓക്കെ, റൊട്ടേഷൻ ശ്രമിക്കുന്നു. ടിവിയുടെ ഒരു വണ്ടിയെ ഇവിടെ ചേസ് ചെയ്യുന്നു. കണ്ണാപ്പി ഷീൽഡ് അടിച്ചിട്ടില്ലടാ. HF ഇവിടെ ഡ്രിപ്പിൽ കുത്തിയിട്ട് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു, നടന്നില്ല. തിരിച്ച് വണ്ടി കയറുന്നു. ഓക്കെ, ഇവിടെ HFന്റെ ഒരു വണ്ടി ഒറ്റയ്ക്ക് പെട്ടിട്ടുണ്ട്. ഒരു 6 അവന്റെ വണ്ടി ഒരിക്കലും പെട്ടോ. അവന്റെ വണ്ടി പെട്ടില്ല. സിക്കമാരി പെട്ടില്ല. അവിടുന്ന് രക്ഷപ്പെട്ടു. സാഹസികമായി ഓടി കേട്ടോ. ഒരു വർഷത്തേക്കില്ല. സിക്കമാരി ഒരു വർഷം ഞാൻ ചത്തടാ. ഹലോ, വേണ്ട ഇവിടെ വിട്ടിങ്. ടിവിയുടെ വണ്ടി മറിഞ്ഞില്ല. ഞാൻ വാർസ് വെക്കുന്നിരിക്കുന്നു. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിവിടെ കുറെ വീഡിയോസ്
ആളെ കൊണ്ടുപോയി. ഹലോ നാളെ വേറെ എന്തൊരു കേസ് കൊണ്ടുപോയി. എന്താണ് ഇടക്കിടക്ക് ചാവുന്നു? കൊല്ലാടാ 3 വട്ടം. എന്നെ കൊല്ലാണോടാ? 2-3 വട്ടം ആയല്ലോ. അത് നോക്കായി കടന്നത് പിന്നെ ഡൗൺ ആണ്. 2 വട്ടം ഉണ്ടാവും, 3 വട്ടം ചെത്തിന്. കാരണം നോക്കാകുമ്പോ കിൽ ഫീഡ് വരും, ഡൗൺ ആകുമ്പോ 3 വട്ടം വന്നു, 2 വട്ടം അല്ല. 3 വട്ടം വന്നു. ബുള്ളറ്റിനല്ലേ അടി കിട്ടും. ഇവ ആരെങ്കിലും ഗ്യാങ്സ് കയറി അടിച്ചാണ്ടാ? പ്രശ്നം അതല്ല. പിന്നെ ഗ്യാങ്സ് ചെയ്തോടാ. അതല്ല ബുള്ളറ്റ് മറ്റേ അയ്യോ അയ്യോ ഇതൊക്കെ പൊട്ടിത്തെറിയുന്നത് കേട്ടോടെ. അരക്കിടാര് ചപ്പന്നു പറഞ്ഞില്ല വാർത്തല്. ഇവരിപ്പോ പരസ്പരം ഇടിച്ചു കളിക്കുകയാണോ? ഇവിടെ ഇവിടെ കൂട്ടാടി ചെപ്പന്മാരുടെ മുകളിൽ കുത്തിരിക്കുന്നത്. ചങ്ങേരെ ബുള്ളറ്റ് എത്തുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാണ് HF ഇവിടെ നടിച്ചിട്ട് അപ്പുറത്ത് ബുള്ളറ്റ് എത്തുന്നതെന്ന് അറിയാവോ? ബുള്ളറ്റ് ഹെലിയിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ ശരി, ഞാൻ മ്യൂട്ട് ചെയ്ത ഒരു കാര്യം. കേട്ട് ഫുഡ് കഴിക്കാ. ഞാൻ ചത്തറാ, ഞാൻ ചത്ത അവിടെ ഞങ്ങളുടെ ശവമായിട്ട് കിടപ്പുണ്ട്. തീ അടിച്ചിട്ട് PVS7AD ലാപ്ടോപ്പൊക്കെ കാണാം. i6-575 തന്നെ മുങ്ങിക്കോളും. അടിച്ചു വെക്കാൻ പറ, ചെയ്യാനാണ്. പെട്ടെന്ന് തീരുന്നെന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ള TV വേഴ്സസ് DC വാർ എന്തിനായിരുന്നു പണ്ട് ഇത്ര നേരം നിന്നിട്ടുള്ളത്? കഴിഞ്ഞിട്ടൊരു വാർ ആദ്യം ഡോക്ടർ പെട്ട സെറ്റായിട്ട് വിളിച്ച വാറ ഇത്. റയാൻ പഠിക്കണം, റയാൻ മാസ്റ്റേഴ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാസ്റ്റേഴ്സ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് ഇപ്പൊ മാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് തീരാറായി. തീരും തോന്നുന്നു റയാൻ്റെ. അടിയാവുന്നില്ലല്ലോ, എന്ത് ചെയ്യാനാ? അവരവരുടെ സ്വന്തം സ്ട്രാറ്റജി ഒക്കെ എടുത്ത് ടൈമൊക്കെ എടുത്ത്. ഡാനി ഹായ്, വെൽക്കം ടു ദ സ്ട്രീം. നമുക്ക് കുറേ പുതിയ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ മെമ്പേഴ്സും ഉണ്ടെങ്കിൽ ഒരു ഹൈ ഇടൂ. എല്ലാവരും ഡിസ്കോഡിലൊക്കെ ജോയിൻ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഒരു മെമ്പർ ഓൺലി ചാറ്റും മെമ്പർ ഓൺലി ഗെയിംസൊക്കെ സെറ്റായിട്ട് പോവാം. അപ്പോൾ അതാ സമയം കാൽക്കുലേറ്റ് ചെയ്യണല്ലോ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല. നമുക്കിത് ശരിയായില്ല. അതായത് സ്പൈഗോടും എന്നാലും ഉണ്ട് 12:40 വിളിച്ച് 2:40 വരെ ആകുമ്പോഴേക്ക് 2 മണിക്കൂറാവുള്ളൂ. ഈ വീഡിയോമിന്റെ ഒന്നും കൂട്ടാണ്ട് ഹലോ. ഡോക്ടർ മൈക്ക് സെറ്റ് ആക്കിയിട്ട് പയ്യെ വന്നാൽ മതി, പക്ഷേ പെട്ടെന്ന് വേണം. അതെ അതെ, ഏതാ വിഷയം തന്നെ. സ്റ്റോണർ സർ ഹായ്, വെൽക്കം ടു സ്ട്രീം ബ്രോ. ഓ അതാ അവിടെ HFന്റെ ജിയോ അല്ല ഗിയോ വന്നിരിക്കുന്നു.
അതാ കുറേ 2 വണ്ടി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയുണ്ട്. അല്ല, ഒരു വണ്ടിയേ ഉള്ളൂ. ഇതാ ഒരു വണ്ടി പറന്നു പോയിരിക്കുന്നു ഇവിടെ. റൗത്തർ ശശി ആൻഡ് ജയ്മോൻ ഇൻ ദി ടീം. വീണ്ടും ഞാനൊരു കാര്യം പറയാം. റൗത്തർ ശശി എവിടെയെങ്കിലും കത്താണ് പറഞ്ഞോളൂ. റേഡിയോ കോഡ് കൊടുക്കുന്നത് എന്നെ പോലെ കുറച്ച് നല്ല മോഡ് വേണം. മോഡൊക്കെ വിശല കാര്യമാണോ? ഒന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ, ഒന്ന് ആക്റ്റീവ് ആയാൽ മതി. ഒരു 2-3 ദിവസം ആക്റ്റീവ് ആയാൽ ഞാൻ റെഡി ആക്കി തരാം. അതാ ഒരു ഫിറ്റിംഗ്. മതി 1-2 പിങ് മതി. അതാ റാവുത്തർ ശശി ആൻഡ് ജയ്മോന്റെ വണ്ടിയുടെ ബാക്കിലാണ് ഇപ്പോൾ എല്ലാവരും. ഓക്കെ, അവിടെ നമ്മുടെ CK മാരി വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അതാ ബാക്കിൽ വന്നിരിക്കുന്നു PP. ഓ, അതാ പോകുന്നു കണ്ണം PP റോമന്റെ വണ്ടി. വിഷയടി. ഓ, അതാ അടുത്ത് 4 വണ്ടി വന്നിരിക്കുന്നു ഇങ്ങോട്ട്. ഞാൻ മറ്റേ റോക്കറ്റ് ലീഗ് ഇറക്കിയാലോ? ഗുഡ് മോർണിംഗ് ഗൈസ്. ഫയർ വിൻ. ഹലോ ഫയർ വിങ്സ്. 4 ഓൾമോസ്റ്റ് എല്ലാരും ഇവിടെ തന്നെ കൂട്ടപ്പിടിക്കുക. അതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു നമ്മുടെ HFന്റെ ആൾക്കാര്. ഓക്കെ, HFന്റെ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. HFs വണ്ടി വിട്ടുണ്ട്. അതാ ജയ്മോനും റാവുത്തറിന്റെ വണ്ടി പിന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ടിവിയുടെ ആ വണ്ടി കണ്ടായിരുന്നു. പമ്പരം കറങ്ങുന്ന കറങ്ങി. ഓക്കെ, റോമൻ PPയും ജയ്മോനും അല്ലേ? അല്ല, കണ്ണന്റെ വണ്ടിയാണ് ഇതല്ലേ? ഓക്കെ, മോനെ ആക്റ്റീവ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ HFന്റെ എല്ലാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ടിവിയുടെ എല്ലാവരും ഇപ്പോഴത്തെ സൈഡും ഉണ്ട്. എന്ത് നടക്കും ഗൈസ്? എല്ലാവരും വോട്ട് ചെയ്യൂ. എന്താവും നോക്കാം നമുക്ക് വോട്ടിങ്ങില്. എന്റെ മോനെ ഡ്രാഗ, വെൽക്കം ടു ദ സ്ട്രീം. എന്താണ് ഡ്രാഗ, ലൈവിലൊന്നും കാണാറില്ലല്ലോ. അതാ ഗൈസ്, HF മണ്ടക്കോട്ട് കയറ്റിട്ടുണ്ട്. TV ബാക്കിൽ വരുന്നുണ്ട്. അതാ TV ഇറ്റാച്ചി എടുത്തിട്ടുണ്ട്. കിയോയുടെ വണ്ടിയായിട്ട് അടിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഹലോ. അതാ HFന്റെ ഓഗിയും അലനും തെറ്റിച്ചുകൊണ്ട് ഫുട്ബോൾ കളി തുടർന്നുകൊണ്ടിരിക്കുന്നു. വണ്ടിയൊക്കെ പോകുന്ന പോക്കേ. ഓക്സേലോ, അതാ നമ്മുടെ TV ഫ്ലഫി നിക്കും സ്പീഡും കൂടെ ഇറങ്ങിയിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. കൗണ്ട് എങ്ങനെയാണ്? 13-10 ആയിരുന്നു. 13-10. സിനിമാറ്റിക് ബാസ് ഓണാക്കി കൊടുക്കുക. മറ്റേ ഹഡില് സിനിമാറ്റിക്കിന്റെ മോഡ് ഓണാക്കുന്നല്ലേ? അതാ CK മാറിക്ക് സിനിമാറ്റിക് ബാർസ്. അത് തന്നെ, രണ്ടും സെയിം തന്നെ. ഗുഡ് മോർണിംഗ് സാർ. കേട്ടോയി. ഒരു വണ്ടി ഒറ്റയ്ക്ക് കിട്ടിയാൻ പറ്റില്ല. ഓ, ഇറങ്ങി നടന്നില്ല. അതാ റൗത്തർ ശശിയുടെ വണ്ടി. ഓക്കേ, അതാ നമ്മുടെ അലന്റെ വണ്ടിയും CK മാരുടെ വണ്ടിയുടെ എത്തിയിട്ടുണ്ട്. സ്പീഡും ബാക്കിയുള്ള എത്തിയതുണ്ട്. അതാ ബുള്ളറ്റ് എല്ലാം കണ്ടുകൊണ്ട് മണ്ടയ്ക്ക് ഹെലിയിൽ വരുന്നുണ്ട്. ഒരു വണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓ, ഡെഞ്ചിയും ഗിയോയും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫയർ. സ്പീഡിന്റെ വണ്ടിക്ക് ഫയർ ചെയ്യാൻ നോക്കിക്കൊണ്ട് നമ്മുടെ ഗിയോ. ഓ, നല്ലൊരു ഫയറിംഗ് ആണ് നമ്മുടെ ചാർലിയും ഗിയോയും കൂടെ. ഓക്കെ, തിരിച്ച് നമ്മുടെ ഇറ്റാച്ചി ഫയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ജയ്മോന്റെ വണ്ടിക്ക്. അതാ ഓക്കെ, നിക്കും റായനും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. സ്പീഡ് വണ്ടി ഇവിടെ. ഓക്കെ, സ്പീഡ് നല്ല പുഷാണ്. സ്പീഡ് കയറി പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓ, മാരിക്ക് നല്ലൊരു ടാഗ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സുനിമോൻ ഡൗൺ ഇവിടെ.
CK മാരിനെ സ്പീഡ് നല്ലൊരു പുഷ് എടുത്തിട്ടുണ്ട് അവിടെ. അത് കൊള്ളായിരുന്നു. എല്ലാരും CK മാരി അത്ര ഉള്ളൂ. തീർക്ക് രണ്ടെണ്ണം ഓടി ചാർലീനെ കൊടങ്ങവന് തീർന്ന അവന്മാരെ കഴ തീർന്ന അവന്മാരെ പറഞ്ഞു 2 മണിക്കൂർ വാറവന്റെ 2 മണിക്കൂർ വാറ കഴിഞ്ഞ കണ്ണനെ കാണാം. കണ്ണൻ കഴിഞ്ഞ ചാർലിയുടെ ഔട്ട്സ് ഉണ്ട്. ലാസ്റ്റത്തവൻ നല്ലൊരു കവറാണ് അവിടെ. രായൻ ആൻഡ് സ്പീഡിന്റെ വക അത്രേ ഉള്ളൂ. നിങ്ങൾ തീർന്നു പണ്ണി അവനെയൊക്കെ. ആകെ നമ്മളൊരു 3 ഡൗൺ. ബുള്ളറ്റ് വിഷയം കവർ അതാണ്. ഓൾമോസ്റ്റ് അല്ല തീർന്നു. അവനൊക്കെ പേടിയല്ലേ അവന്റെ പേടി ചുറ്റി കറട്ടോ. അവന്റെ പേടി വർത്താനം കുറച്ച് ചുറ്റുവാടാ. അവന്റെ പേടി അവന്റെ പേടി അങ്ങ് മാറ്റി കൊടുക്കാം. വർത്താനം കഴിഞ്ഞ അവന്റെ കഴയങ്ങ് കഴിഞ്ഞ് അവന്റെയൊക്കെ അവന്റെയൊക്കെ കഴിഞ്ഞ് അവന്റെയൊക്കെ അവന്റെ കിഴവ് കഴിഞ്ഞ് അവനൊക്കെ പേടിയെന്ന് ജീജി ഇടുന്നു. അവൻ ജീജി ഇടുന്നു. അവന്റെ റാത്ര ശേഷി ഉണ്ടാകുന്നു പട്ടി. അവരടുത്ത് പറ തീട്ടപ്പട്ടി എടാ ആകെ 3 പേര് ഡൗൺ. അതും നമ്മളെ 3 പേര് ആകെ ഡൗൺ 3 പേര്. അയ്യേ തീട്ടം. ഇവന്മാരാണ് മറ്റേ വർത്താനം പറയുന്നത്. ഓടുന്നു എടാ ഇത്രയും അതന്നെ അല്ലടാ. ഇവന്മാർക്ക് ഒരു കഴിവില്ല മനസ്സിലായി. ഇവന്മാർക്ക് ആകെ എന്തിനാണ് കഴിവ് ഇങ്ങനത്തെ വാർത്തകൾ വേറെ ഗ്യാങ്ങിനെ കൊണ്ടുപോയി കൊണ പറയാനൊക്കെ പറ്റും. എടാ സംഭവം മനസ്സിലായില്ലേ? നീ ഇവന്മാര് കണ്ടവഴി ഓടിയ സീൻ കാണണം. പറ്റില്ല 10 വട്ടം കണ്ടവഴി ഓടി 10 വട്ടം. ബോട്ട് ലോബി ഇല്ല ഇവന്മാരെ പറഞ്ഞതാണ് എന്തൊരു സീൻ. ഇവന്മാരൊക്കെ പിന്നെ ലോബിയുടെ കേസ് എന്തിനാണ് നീ എന്തിനാ ഉദ്ദേശിച്ച? അല്ല അത് വേറെ അവന്മാരായിട്ടൊരു ബന്ധമില്ലടാ മനസ്സിലായി. അവന്മാരോട് നമ്മള് ജയിക്കുന്ന തോന്നുന്നത് വേറെ ആയിരിക്കും. ഈ കുണ്ണൊക്കെ എന്റെ കുഴപ്പമില്ല പറഞ്ഞില്ലേ. ബുള്ളറ്റ് തന്ന എല്ലാ കോളും ഉണ്ടല്ലോ അത് കാരണമാണ് അത്ര ഉള്ള വിഷയടാ. ആൾക്കാരെ പിങ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് മനസ്സിലാവുന്നുണ്ട്. ആ ബുള്ളറ്റിന്റെ കോൾ ഉള്ളതുകൊണ്ട് ആ കളിയില് മനസ്സിലായില്ലേ അത്രയും ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ അധികം മനസ്സിലായില്ലേ ഒരു സൈഡിലും ചോക്കായിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടും ക്ലിക്ക് ആയിട്ടൊന്നും അവന്മാർക്ക് റിപ്പയർ ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും കൊടുത്തില്ല. ഇവിടെ സത്യം പറയല്ലേ അവന്മാര് ഒരു 50 വട്ടം ഓടി 50 വട്ടം ബാക്കിലോട്ട് ഓടിയിട്ടുണ്ട്. 50 വട്ടം അവന്മാർ അവിടെ നിന്ന് വലിഞ്ഞിട്ടുണ്ട് അടി കിട്ടി. എന്നിട്ടാണ് വന്നത് മനസ്സിലായി. അത്രയും വട്ടം അത്രയും പേടിച്ചാണ് അവരെ കളിച്ചത്. ഒന്നും പറയാനില്ല വിഷയം. അത്ര ഉള്ളടാ മക്കളെ. പിന്നെ ഞാൻ ഹാപ്പി അല്ലാതെ പിന്നെ അത്രേ ഉള്ളൂ. അല്ല അല്ല അവന്മാർക്ക് ഇനി ഡയലോഗ് അടിക്കുമ്പോൾ അവര് ഓർക്കണം. അവന്മാർ ഇനി വർത്താനം പറയുമ്പോൾ ഓർക്കണം മനസ്സിലായില്ലേ. വെറുതെ വഴിയെ പോകുന്നവരടുത്ത് പോയിട്ടൊന്ന് നമ്മളെ ഗ്യാങ്ങിനെ പറ്റി കുണ പറയുമ്പോൾ അവര് ഓർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ അടി. അണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ. അണ്ണൻ പറഞ്ഞോണ്ടാണ് ഈ റാവുത്തറിനെ അവിടെ മിണ്ടായിരുന്നു. ഒന്ന് അവന്റെ വിചാരം നമ്മള് പേടിച്ചു പോയത്. അല്ല അവ അറിഞ്ഞില്ലല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിന്നെണ്ണം അറിഞ്ഞില്ലല്ലേ മനസ്സിലായില്ലേ. അവൻ വിചാരിച്ചത്ര നമുക്ക് അവനെ അടിക്കാൻ എന്തൊരു പേടിയാവുന്ന അവനെ അടിക്കാൻ പേടിയാവുന്ന അവൻ തൂറിച്ചല്ലേ അവനെ എവിടെ ഇട്ട് എന്നാ അവനെ പേടിക്കാൻ പറ്റിയൊരു തീട്ടം. പിന്നെ അവന്റെ അവന്റെ കൊണ കേട്ടപ്പോ അവൻ ചോദിച്ചു അവൻ ഇപ്പൊ ഒറ്റയ്ക്ക് 5 പേര് അടിക്കുമെന്നാണ് അവന്റെ കൊണ. അവൻ അടിച്ച കോണയ്ക്കുള്ളതാണിത്. അവൻ അടിച്ച കോണയ്ക്കുള്ളതാണ്. ഉറങ്ങൂല അവരത്തൊക്കെ. അല്ല അതല്ല കോമഡി ആയിട്ടാ ആള് പരാതി പറയുന്നത്. ഞങ്ങളൊരു വണ്ടി കൊണ്ടുപോയവര് തിരിച്ചു തരാൻ പറയാ തിരിച്ചത്. അവസാനം അഡ്മിൻ പറഞ്ഞേ അവരടിച്ചെടുത്തിട്ട് തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അവസാനം പിടുത്ത ആള് വണ്ടിക്ക് ചെണ്ടു തിരുത്. അയ്യേടാ ഇവന്മാരെ ഇതെന്താ പറയാ ഇവന്മാരെ കോള് ഞാൻ പറഞ്ഞിട്ടെ. മറ്റേ CK മാരിയെടുത്ത് ഒരു സെപ്പറേറ്റ് സിംഗിൾ മറ്റേ 6x6 വണ്ടി കൊണ്ട് വെച്ച് തന്നിട്ട് എല്ലാരെയും പിറ്റ് ചെയ്യണം മനസ്സിലായി വീഡിയോ. അപ്പൊ നമ്മൾ അടിക്കും. ഇതായിരുന്നു ഇവന്മാരെ കോള് മനസ്സിലായില്ലേ. അപ്പൊ അഡ്മിൻ
സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തപ്പോ അവരെ പയ്യനെ പിടിച്ച് ഇനി വീഡിയോ ചെയ്ത പുണ്ടച്ച് കിക്കാക്കോന്ന് പറഞ്ഞു മനസ്സിലായ ഒരു വട്ടം ബാറ്റ് കൊടുത്ത് അവസാനം കെഞ്ചി കഴിഞ്ഞ് തിരിച്ചു കയറി മനസ്സിലായ അതുകൊണ്ട് പിന്നെ വീഡിയോ നടക്കൂല മനസ്സിലായില്ലേ വീഡിയോ നടക്കൂല എന്നിട്ടും ഒരു വീഡിയോ നടത്തി സ്റ്റേപ്പിനെ ശരിയായ പയ്യന്മാർ ചാപ്റ്റർ 3 ആയല്ലോടാ ബ്രോ ദയവത് 25 AD മല്ലുക്കോട് ഗെയിമിംഗ് താങ്ക് യു ഫോർ ദ 100 rupees ബ്രോ അത്രേ ഉള്ളൂ ലൈക്ക് വിഷയം കളി ആ വണ്ടിയൊക്കെ കൊണ്ട് കുത്തിയത് നൈസായിരുന്നു 4 വാക്കിനും കുത്തി അവന്മാർ അവിടെ ഒരു വളഞ്ഞങ്ങ് അടിച്ചു സത്യം പറയല്ലേ വിഷയം കുത്തലായിരുന്നു നൈസ് അവര് മൂത്രം ഒഴിച്ചു അല്ല അവന്മാര് മൂത്രം ഒഴിച്ചു സീരിയസ് പറയല്ലേ 4 വാക്കിന് വണ്ടി കുത്തി അടിച്ചു അവന് മൂത്രം ഒഴിച്ചു ബുള്ളറ്റേ വിഷയം കളയടാ ബുള്ളറ്റേ വിഷയം ബുള്ളറ്റേ കുട്ടാ ഓൾവേസ് പ്രൈം ബുള്ളറ്റ് അത്രേ ഉള്ളൂ അല്ല ബുള്ളറ്റിന്റെ കാര്യം പറയണ്ട ബുള്ളറ്റ് ഓൾവേസ് പ്രൈം എന്ന് അത്രേ ഉള്ളൂ പിഒ അവരവരെ ലൈവ് വരുമ്പോ കാണിക്കും പിഒ അവരെ ലൈവ് വരുമ്പോ കാണിക്കും മനസ്സിലായോ അതുകൊണ്ട് വേറെ ഒന്നും അല്ല എടാ എന്തിനാണ് ഓ ഡേറ്റ് ടൈം ഇട്ടോട് സ്നേപ്പേ നീ ഇട്ടോ നിന്നെല്ലാം അവരെ വെച്ചോ ഒരു ഡേറ്റ് ഇട്ടോട് ഡേറ്റ് ടൈം 26/03/2020 അത് ഇട്ടോട് എന്നിട്ട് മറ്റേ ശശിയുടെ മാലം കിട്ടിട്ട് ഒരു ചർമ്മകോളം എന്റെ ശശിനെ പറയല്ലേ പേടിയാവും ഈ വർഷാകുമ്പത്തേക്ക് നമ്പരം അടിച്ച് പണിക്കളഞ്ഞു തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അവ എന്തിനാ പറഞ്ഞല്ലോ എടാടാ ഇതിനൊരു റീൽസ് ഇറക്കണോടാ മിനിമം മനസ്സിലല്ലേ ഒരു കണ്ടന്റിലുള്ളവന്മാരില്ല ഒഫീഷ്യൽ ഇടാനുള്ള ഒരു സാധനം ബാല അത് ഞാൻ പറയണത് ചെയ്യണം പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് ഇത് കാരണം അത്ര എനിക്ക് പൊട്ടി ഇവന്മാരെ കഴപ്പേ എനിക്ക് പൊട്ടി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വാറ എടുത്തത് വേണ്ടാന്ന് വിചാരിച്ച ദിവസം അതെ കോണാം വെറുതെ പോണം കണ്ട ഗാങ്ങിന്റെ അടുത്ത് പോയി നമ്മളെ പറ്റി അപ്പൊ ബാല ഒരു ചാപ്റ്റർ 3 ഓക്കെ എത്ര ഉള്ളു എല്ലാരും